നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ കോടതി അറിയിച്ചു. തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂനപക്ഷ വേട്ടയെ അനുകൂലിക്കുന്ന സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്നും 15 ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കിയ കുറ്റപത്രം ചാലക്കുടി JFCCM കോടതിയിലാണ് സമർപ്പിച്ചത്. വാണിയമ്പാറയിൽ കള്ളുകയറ്റി കൊണ്ടുപോകുകയായിരുന്ന പിക്കപ്പ് വാനിടിച്ച് കാൽനട യാത്രക്കാരായ ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 2 പേർ മരിച്ചു. വാണിയമ്പാറ സ്വദേശികളായ ഫോറസ്റ്റ് വാച്ചർ 50 വയസ്സുള്ള രാജു, കാവനമറ്റത്തിൽ 59 വയസ്സുള്ള ജോണി എന്നിവരാണ് മരിച്ചത്. ഗുരുവായൂർ താമരയൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. താമരയൂർ ചെങ്ങമനാട് ഗോകുൽ, കാവീട് വടക്കുംപാട്ട് സിദ്ധാർത്ഥൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി സെന്ററിൽ പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. പാലിക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ലോറിയിൽ നിന്ന് കെമിക്കൽ കലർന്ന മണ്ണ് ദേശീയപാതയിലേക്ക് ചോർന്നു. കൊച്ചിയിലെ FACTയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയ മണ്ണാണ് മഴ പെയ്തതോടെ വെള്ളമിറങ്ങി റോഡിലേക്ക് ഒഴുകിയത്. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഓശാന ഞായർ ആചരിക്കും. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ തിരുക്കർമ്മങ്ങൾ നടക്കും. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 70,000 കടന്നു. പവന് 200 രൂപ കൂടി 70,160 രൂപയായി. 3 ദിവസത്തിനിടെ 3,840 രൂപയാണ് കൂടിയത്. 1 ഗ്രാമിന് 8,770 രൂപയാണ് വില. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കുളപ്പുരയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാള വലിയ പറമ്പ് സ്വദേശി ആനക്കാരൻ വീട്ടിൽ കുഞ്ഞയ്യപ്പന്റെ മകൻ 48 വയസ്സുള്ള ശൈലേഷാണ് മരിച്ചത്. വരവൂർ തളിയിലെ അറവ് മാലിന്യ പ്ലാന്റിനെതിരെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസിന് സമീപത്തെ തണ്ണീർത്തടം മാലിന്യം കൊണ്ടുവന്ന് നികത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധത്തിന് കോൺഗ്രസ് നേതാക്കളായ ഷാജു കോടങ്കണ്ടത്ത്, സജീവൻ കുരിയച്ചിറ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജ് ബോട്ടണി വിഭാഗം ഗവേഷക ദേവിക M. അനിൽകുമാർ തുടർച്ചയായി 2ാം വട്ടവും അന്തർദേശീയ റഫ് ഫോർട്ട് നേച്ചർ കൺസർവേഷൻ ഗ്രേഡിന് അർഹയായി. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും IUCN മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുള്ള അപഗ്രഥനവുമായാണ് ഗവേഷണ വിഷയം. തിരുവനന്തപുരത്ത് നടക്കുന്ന സഹകരണ SP-യോടനുബന്ധിച്ച് തലപ്പിള്ളി കുന്നംകുളം താലൂക്ക് സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ KA രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വർക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിന് മുൻപിൽ തൃശൂർ വെസ്റ്റ് SHO അബ്ദുൾ റഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നുവന്നിരുന്ന അവധിക്കാല പരിശീലന ക്യാമ്പ് ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് സമാപിച്ചു. സമാപന യോഗം സിനിമാ നാടക പ്രവർത്തകൻ സുർജിത് ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ഭാരതീയ കിസാൻ സംഘ് നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് ജില്ലാതിർത്തിയായ പ്ലായിൽ നാളെ സ്വീകരണം നൽകും. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് നവോത്ഥാന യാത്ര നയിക്കുന്നത്. എടത്തിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 22ാമത് അഖിലേന്ത്യാ വോളിബോൾ മത്സരം ഇന്ന് സമാപിക്കും. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇൻകം ടാക്സ് ചെന്നൈ ഇന്ത്യൻ ആർമിയുമായി ഏറ്റുമുട്ടും. വടക്കഞ്ചേരിയിൽ നടന്ന KSSP-യുടെ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ VF ബാബു രചിച്ച കട്ടൻ കാപ്പിൽ എന്ന നോവൽ പ്രകാശനം ചെയ്തു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ K. ചന്ദ്രമോഹൻ നൽകി പ്രകാശനം നിർവഹിച്ചു.
ബദർഹുണ്ടിന്റെയും ഹമാസിന്റെയും തലവന്മാരുടെ ചിത്രങ്ങളുമായി എയർപോർട്ട് മാർച്ച് നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നവരെ സംരക്ഷിക്കുകയാണെന്ന് സർക്കാരെന്നും പ്രതിപക്ഷം അതിന് കൂട്ടുനിൽക്കുകയാണെന്നും സുരേന്ദ്രൻ. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ ജസ്ന സലീമിനെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. കിഴക്കേ നടയിൽ ബാങ്കിന്റെ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തത്. കടങ്ങോട് മുക്കിലപ്പീടിക്ക് സമീപം ഓട്ടോറിക്ഷയിൽ ഗുഡ്സ് വണ്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷയിൽ നിന്ന് ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. പഴനി അയിനൂരിൽ നിന്ന് എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്ന CNG ഓട്ടോറിക്ഷയിൽ എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ഗുഡ്സ് വാഹനം ഇടിച്ചായിരുന്നു അപകടം. കംബോഡിയൻ സൈബർ തട്ടിപ്പ് സംഘത്തിലെ രണ്ടുപേരെ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടി. മലപ്പുറം സ്വദേശികളായ ചെമ്പകത്തിനാൽ വീട്ടിൽ അഞ്ജു ബാബു, പൊട്ടാരത്ത് വീട്ടിൽ മുഹമ്മദ് ഹാഷിഖ് എന്നിവരെയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. മലയാള അധ്യാപക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാര സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. പുരസ്കാര സമർപ്പണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലെ നിക്ഷേപ തട്ടിപ്പിൽ ഭരണസമിതിക്കെതിരെ ജീവനക്കാർ രംഗത്ത്. തട്ടിപ്പ് കേസിൽ ഭരണസമിതിക്ക് പകരം സൊസൈറ്റിയിൽ നിക്ഷേപകരെ ചേർത്തിയ തങ്ങളുടെ പേരിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് ജീവനക്കാർ. BJP സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കർ സമ്മാൻ അഭിയാൻ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചു. ശില്പശാല BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 60 വർഷമായി കരമടച്ച് കൈവശം വെച്ച് കഴിയുന്ന വീട്ടിൽ നിന്ന് വ്യക്തിവിരോധത്തിന്റെ പേരിൽ കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി ക്യാൻസർ രോഗിയായ വയോധികയുടെ പരാതി. ചേലക്കര പൂതംകോട്ട് കുളത്തിന് സമീപം താമസിക്കുന്ന 75-കാരി കുളത്തിങ്കൽ വീട്ടിൽ ബീവാത്തുമ്മയും മക്കളെയുമാണ് സമീപവാസിക്കു വേണ്ടി റോഡ് വികസനത്തിന്റെ പേരിൽ പഞ്ചായത്ത് കുടിയിറക്കാൻ ശ്രമിക്കുന്നതെന്ന് ആക്ഷേപമുയർന്നത്. കല്ലേറ്റുംകരയിലെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിന്റെ സ്ഥിരം സമരവേദിയുടെ കാൽനാട്ടുകർമ്മം നടന്നു. മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ഏനമംഗൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 1975 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തോളൂർ പറച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പൈപ്പ് ലൈൻ നീറ്റിൽ പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തൻ ലോഡ്ജിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി തെക്കേപ്പുരക്കിൽ 56 വയസ്സുള്ള സുഭാഷാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിലെ പിടിയാന നന്ദിനി ചരിഞ്ഞു. പാദരോഗം മൂർച്ഛിച്ച് തളർന്നു വീണ് 1 മാസത്തിലധികമായി കിടപ്പിലായിരുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.